വയനാട് കേണിച്ചിറയിൽ നിന്ന് പിടികൂടിയ കടുവയെ തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ ഉത്തരവായി. തിരുവനന്തപുരം മൃഗശാലയിലേക്കാണ് കടുവയെ മാറ്റുക. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, വിശദാംശങ്ങൾ എന്താണ് സുർജിത്ത്? ശ്രീജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് അല്പസമയം മുമ്പാണ് ഇറങ്ങിയത്. ഇതുമായി ഇക്കാര്യം ഇവിടുത്തെ സൗത്ത് DFO തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. നാളെ വൈകിട്ടോടുകൂടി കടുവയെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇനി ഉള്ള കാലം ഈ കേണിച്ചിറയിലെ ഈ കടുവ ഈ തിരുവനന്തപുരം മൃഗശാലയിലായിരിക്കും എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 23-ാം തീയതിയാണ് ഈ കടുവയെ പിടികൂടുന്നത്. ഈ കടുവ 3 ദിവസത്തിന്റെ ഇടവേളകളിൽ 4 പശുക്കളെയാണ് കൊന്നത്. അതോടൊപ്പം തന്നെ ഒരു ആട്ടിൻകുട്ടിയും ഇതിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ നിരന്തരം ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതിന്റെ കാരണം ഈ കടുവയ്ക്ക് സാരമായ രീതിയിലുള്ള പരിക്കുണ്ടായിരുന്നു, പല്ലിനടക്കം പരിക്കുണ്ടായിരുന്നു. ഈ കടുവയെ പിടികൂടിയ ശേഷം, അതായത് 23-ാം തീയതി രാത്രിയാണ് ഈ കടുവയെ പിടികൂടുന്നത്. ഇതിനുശേഷം നേരെ കൊണ്ടുപോയത് കുപ്പാടിയിലെ ഇരുളത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ്. അവിടെയാണ് ഈ കടുവയെ എത്ര കാലം പരിചരിച്ചിരുന്നത്. അത് വലിയ രീതിയിൽ വനംവകുപ്പിന് തലവേദനയുമായിരുന്നു. സദാസമയവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എല്ലാവരും അവിടെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. മാത്രമല്ല ഈ ആളുകൾ എത്തുന്നത് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വേണ്ടി വന്നിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറെ വൈകിയെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നാളെ വൈകിട്ടോടെ മാറ്റുമെന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.